ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെജുകാർക്കും അതുപോലെ നോൺ വെജുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സോയാ ചങ്ക്സിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ആ വെള്ളത്തിലേക്ക് സോയാ ചങ്ക്സ് കുറച്ച് നേരം ഇട്ട് വെക്കണം. അപ്പോൾ ഞാനൊരു 3-4 കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇത് ഏകദേശം ഈ ഒരു വലിപ്പം വരും. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു 2ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്കൊന്ന് മുറിച്ചിടുമ്പോഴത്തേക്ക് നല്ലതുപോലെ അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്ക മാത്രം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ബാക്കി കറുകപ്പട്ട, അതുപോലെ തന്നെ വലിയ ജീരകം, പിന്നെ നമ്മുടെ ഗ്രാമ്പു, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 5-6 പീസ് വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു വലിയൊരു പീസാണെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ 2 പച്ചമുളക്, ഇത്രയും ഇട്ട് നല്ലതുപോലെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ഉള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ആ ഒരു പച്ച കുത്ത്, ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ വേണം. മസാലക്കൂട്ടുകളുടെ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നല്ല പഴുത്ത തക്കാളിയല്ല. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതൊന്ന് അടച്ചു വെച്ച് തക്കാളി ഒന്ന് ഉടഞ്ഞ് മസാലയുമായിട്ടൊന്ന് ചേരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ്, അപ്പോൾ ഇതിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം. ഇനി ഇത് ചെറിയ ഫ്ലെയിമിലാക്കിക്കൊണ്ട് അടച്ചു വെച്ച് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിനെ നല്ലൊരു ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 തണ്ടും കൂടെ ഈ സമയത്തോ അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്തോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ കുബൂസിൻ്റെ കൂടെ, ഈവൻ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും നല്ലതാണ് സൈഡായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Thanks for watching.